ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നൂൽപുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇടുക. അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലപോലെ കുഴച്ച് വാട്ടിയെടുക്കണം. അതിനുശേഷം നല്ല സോഫ്റ്റായ മാവിനെ ഓരോ പിടികളാക്കി നമ്മൾ ഏത് ഇതിലാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഓരോ പീസുകളാക്കി എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നല്ലപോലെ വട്ടത്തിൽ ഇടിയപ്പം വീശുന്ന പോലെ വീശിയെടുത്തതിന് ശേഷം മേളിൽ കൂടെ കുറച്ച് അരിപ്പൊടി വിതറിയതിന് ശേഷം നല്ലപോലെ പീസാക്കി പൊടിച്ചെടുക്കണം. നല്ല തരിതരിയായിട്ട് വീഴണം, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യരുതേ. അതിനുശേഷം ഒരു പുട്ടുകുറ്റിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ, പിന്നെ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് കുറച്ചായിട്ടിട്ട് ലെയർ ആയിട്ടിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിനെ നല്ലപോലെ ആവി കയറ്റിയതിന് ശേഷം നമുക്ക് സ്വാദിഷ്ടമായ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി, ബീഫ് കറി, ചില്ലി ചിക്കൻ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.